നമസ്കാരം. സ്മൃതി തോമസിൽ വിയർത്തൊലിച്ചൊരു വെൺനിഴൽ പോലെ നെയ്യാർ എന്നാണ് കവി മധുസൂദനൻ നായർ എഴുതിയിട്ടുള്ളത്. പെരിയാറും നിളയും പോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ അവിഭാജ്യ ഘടകമാണെങ്കിലും നെയ്യാർ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ ഇടം പിടിക്കാറില്ല. ഇന്ന് നാം കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ നെയ്യാറിൻ്റെ കരയിലാണ് നമ്മളിപ്പോൾ. കേരളത്തിൻ്റെ 140-ാം നിയോജകമണ്ഡലമായ നെയ്യാറ്റിൻകരയിലേക്ക് സ്വാഗതം. പഴയ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2009 ആയപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, തൊട്ടടുത്ത അതിയന്നൂർ പഞ്ചായത്ത്, തിരുവുറം പഞ്ചായത്ത്, ചെങ്കൽ, കാരോട്, കുളത്തൂർ എന്നീ 5 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്നതാണ് ഭൂപ്രദേശം. ഇടത്തരം ആളുകളും സാധാരണ കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്നൊരു ഭൂപ്രദേശമാണ്. ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തെ നിർണയിച്ച 3 സുപ്രധാന മേഖലകളുടെ ആരംഭം നെയ്യാറ്റിൻകരയിലാണെന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയുടെ പ്രാരംഭകനായ JC ഡാനിയേലും മലയാള പത്രപ്രവർത്തനത്തെ ധീരമായ സാമൂഹ്യ പരിഷ്കരണമായി പരുവപ്പെടുത്തിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും മലയാള ഭാഷയുടെ നിറസൗന്ദര്യത്തിൻ്റെ പ്രയോക്താവും മലയാള നോവലിൻ്റെ തലതൊട്ടപ്പനുമായ CV രാമൻപിള്ളയുടെയും ജന്മഭൂമിയാണ് നെയ്യാറ്റിൻകര. നിലവിൽ പാറശാല മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിലും നെയ്യാറ്റിൻകരയിലുള്ള അരുവിപ്പുറത്താണ് കേരള നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ശിലയായ ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത്. കർണാടക സംഗീത രംഗത്തെ പ്രതിഭകളായിരുന്ന നെയ്യാറ്റിൻകര വാസുദേവനും അഡ്വക്കേറ്റ് മോഹനചന്ദ്രൻ നായരും ആദ്യകാല സിനിമാ നായിക നെയ്യാറ്റിൻകര കോമളം വരെയുള്ളവരുടെ നാടും ഇതുതന്നെ. മുൻ മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും സമീപ മണ്ഡലമായ പാറശാലയുടെ ദീർഘകാല പ്രതിനിധിയുമായിരുന്ന N സുന്ദരൻ നാടാരുടെ ജന്മസ്ഥലം നിലവിൽ നെയ്യാറ്റിൻകരയുടെ ഭാഗമായ ചെങ്കൽ പഞ്ചായത്തിലാണ്. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ 1 മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തുകളുമുണ്ട്. പഴയ പാറശാല മണ്ഡലത്തിലുണ്ടായിരുന്ന കാരോട്, കുളത്തൂർ, ചെങ്കൽ, തിരുപുറം പഞ്ചായത്തുകൾ നെയ്യാറ്റിൻകരയുടെ ഭാഗമായി. കൂടാതെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും അതിയന്നൂർ പഞ്ചായത്തുമാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിലുള്ളത്. രാജഭരണത്തിന്റെ ഫ്യൂഡൽ ചരിത്രം വിട്ടൊഴിയാത്ത ഈ പ്രദേശത്താണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ രക്തപങ്കിലമായ ഒരു കാലത്തിന്റെ ഓർമ്മയായി കണക്കാക്കപ്പെടുന്ന അമ്മച്ചിപ്ലാവുള്ളത്. രാജഭരണത്തിനെതിരായ ആഭ്യന്തര കലാപങ്ങളിൽപ്പെട്ട് പലായനം ചെയ്ത മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നത് ഇവിടുത്തെ ഒരു പ്ലാവിന്റെ പൊത്തിലാണെന്ന് പറയപ്പെടുന്നു. തിരുവിതാംകൂർ ഭരണത്തിനെതിരെയും ദിവാൻ രാജഗോപാലാചാരിക്കുമെതിരെയും നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയിട്ടും സ്വന്തം നാടായ നെയ്യാറ്റിൻകരയിൽ ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല എന്നാണത്രേ ചരിത്രം. അതിന്റെ സന്തോഷത്തിലാണ് നെയ്യാറ്റിൻകരയെ ടൗൺഷിപ്പായി തിരുവിതാംകൂർ ഭരണകൂടം പ്രഖ്യാപിച്ചത്. അതോടെ കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിലൊന്നായി നെയ്യാറ്റിൻകര മാറി 1913 ജൂലൈ 14. എന്നാൽ സ്വദേശാഭിമാനിയുടെ നാടുകടത്തലിന് 100 വർഷങ്ങൾക്ക് ശേഷം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി മന്ദിരം നാടുകടത്തൽ ശതാബ്ദി മന്ദിരമായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. സ്വദേശാഭിമാനി പാർക്കും സ്ഥാപിച്ചു. ഇന്ന് നെയ്യാറ്റിൻകരയുടെ അഭിമാനമാണ് സ്വദേശാഭിമാനി
പോലും അത്തരം ഒരു ഭാഷയിൽ ഒരു മജിസ്ട്രേറ്റിനെതിരെ ഇന്നൊരു പത്രക്കാരൻ എഴുതാൻ തയ്യാറില്ല. 12ാമത്തെ വയസ്സിൽ വളരെ ധീരമായി മജിസ്ട്രേറ്റിനെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആ തൂലിക ആരുടെ മുന്നിലും വളഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ കന്നിപ്പത്തിന് അദ്ദേഹത്തെ നാടുകടത്തി. ഗാന്ധിജിയെയും മാർസിനെയും കാറൽ മാർസിനെയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് എത്രയോ വർഷങ്ങൾക്ക് മഹാത്മജി ആഫ്രിക്കയിൽ ഇരിക്കുന്ന സമയത്ത് വലിയൊരു മനുഷ്യനാണ്. മഹാത്മജിയെക്കുറിച്ചും ഇവിടെ സോഷ്യലിസം ഉണ്ടാവണതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ബാലറ്റ് പേപ്പറിൽ അധികാരത്തിൽ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാർസിനെ കുറിച്ച് നന്നായി മലയാളികൾക്ക് പരിചയപ്പെടുത്തി. മനുഷ്യൻ്റെ കുലത്തിൻ്റെ അഭിവൃദ്ധിയുടെ പദം സമഷ്ടിവാദ പ്രയുക്തമായ പ്രജാപ്രഭുത്വം സോഷ്യലിസമാണെന്ന് ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞത്, വിപ്ലവകരമായ ആശയം പറഞ്ഞത് ശ്രീ രാമകൃഷ്ണപിള്ള തന്നെയായിരുന്നു. ആയിരത്തി 1911 സ്വദേശാഭിമാനിയുടെ നാടുകടത്തലിനോട് പ്രതികരിച്ചില്ല നെയ്യാറ്റിൻകരയുടെ ജനതയെങ്കിലും 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്താൽ നെയ്യാറ്റിൻകര ഇളകിമറിഞ്ഞു. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ തെക്കൻ കേരളത്തിലുണ്ടായ ആദ്യത്തെ വലിയ വെടിവെപ്പും അതേ തുടർന്നുള്ള രക്തസാക്ഷിത്വങ്ങൾക്കും ഈ നാട് സാക്ഷ്യം വഹിച്ചു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായിട്ടുള്ള പോലീസ് വെടിവയ്പ്പിൽ 8 ആളുകൾ വീരചരമം പ്രാപിച്ചതും ഈ നെയ്യാറ്റിൻകരയിലാണ്. അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ടുള്ള NK പത്മനാഭനെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് ക്ഷുഭിതരായിട്ടുള്ള ജനങ്ങൾ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായി പ്രതികരിച്ചപ്പോഴാണ് ഇന്നത്തെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ ലൈബ്രറിയുടെ ഭാഗത്ത് വെച്ചിട്ട് പോലീസ് നടത്തിയ നിഷ്ഠൂരമായ വെടിവയ്പ്പിൽ 8 ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചു. വീരരാഘവൻ അടക്കമുള്ള സ്വാതന്ത്ര്യ സമരസേന നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റി. വാൾക്കീസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സൈനാധിപനുണ്ട്. ആ സൈനാധിപൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം നെയ്യാറ്റിൻകരയിൽ എത്തിച്ചേരും. ആ പ്രതിഷേധം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. പ്രതിഷേധത്തിന് നേരെ വെടി വെക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും കുതിരപ്പട്ടാളം വെടിവെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള അത്താഴമംഗലത്തുള്ള രാഘവനും നടൂർക്കൊല്ല കുട്ടൻപിള്ള, മരുത്തൂർ വാസുദേവൻ ഒക്കെ പറയുന്നതായിട്ടുള്ള 6-7 പേർ ശക്തമായി ഈ ബ്രിട്ടീഷ് വാട്കീസിൻ്റെ ഈ ആജ്ഞയെ ലംഘിക്കപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ആ പോലീസിനെതിരെ കല്ലെറിയുകയും ചെയ്യും. ആദ്യം വെടിയേറ്റ് മരിച്ചത് ഏറ്റവും മുമ്പിൽ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുകയും ആദ്യം തന്നെ ഈ പട്ടാളത്തിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്നത് അത്താഴമംഗലം രാഘവനായിരുന്നു. കേരള രാഷ്ട്രീയ ഭൂമികയിൽ നെയ്യാറ്റിൻകര ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ചത് മണ്ഡലത്തിലെ മുൻ MLA ആയ R. ശെൽവരാജിൻ്റെ രാജിയോടെയാണ്. 2006 പാറശാല MLA ആയിരുന്ന CPIM നേതാവ് R. ശെൽവരാജ് 2011 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ തമ്പാനൂർ രവിയെ 7000ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നെയ്യാറ്റിൻകരയിൽ വിജയിക്കുന്നത്. തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അദ്ദേഹം 1 വർഷത്തിനുള്ളിൽ 2012 മാർച്ചിൽ MLA സ്ഥാനവും CPIM അംഗത്വവും രാജിവെച്ചത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറി. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശെൽവരാജ് വിജയിച്ചു. എന്നാൽ 2016 CPIM K. ആൻസലനിലൂടെ മണ്ഡലം തിരികെ പിടിച്ചു. ശെൽവരാജ് 10,000ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എങ്കിലും മണ്ഡലത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ദർശനം ശെൽവരാജിനുണ്ട്. ഈ ഇരുമ്പിൽ പ്രദേശത്ത് നിന്നും അതുപോലെ തന്നെ മാരായവട്ടം പ്രദേശത്ത് നിന്നും ടൗണിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി കോടതിയുടെ സമീപത്ത് കൂടി ഈ നെയ്യാർ കടന്ന് വേണം അകത്ത് കിടക്കാൻ. അവിടെ ഒരു പാലത്തിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. മണ്ണ് പരിശോധനയും മറ്റ് സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയായെങ്കിലും ആ കന്യപ്പുറം പാലം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. നെയ്യാറ്റിൻകര ഒരു മുനിസിപ്പൽ സ്റ്റേഡിയമുണ്ട്. അത് നാമമാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. അതിനെ ഒരു നിലവാരമുള്ള സ്റ്റേഡിയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആയുർവേദ ആശുപത്രിയെ നമ്മൾ നേരത്തെ അത് ആയുഷിൻ്റെ ഒരു ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. ആവശ്യം പോലെ കാമ്പൗണ്ട് ചുറ്റളവുണ്ട്. അവിടെ ഈ ഒരു കോളേജ്, ആയുർവേദ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ അത് നടക്കും. നിലവിൽ വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു ഗ്രാമീണ മണ്ഡലമാണ് നെയ്യാറ്റിൻകര.
അഗസ്ത്യാർകൂടത്തിന്റെ താഴ്വര ഒരു വശത്തും കടൽ തീരം മറുവശത്തുമുള്ള മണ്ഡലം. ഓഖി ആഞ്ഞടിച്ചപ്പോൾ 15 ജീവനുകളാണ് ഈ കടൽ തീരങ്ങളിൽ പൊലിഞ്ഞത്. ഈ ദുരന്തം അനുഭവിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതികളും മണ്ഡലത്തിലുടനീളമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും നിർദ്ദിഷ്ട ഫിഷിംഗ് ഹാർബറും പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിന്റെ വികസനവും വൈദ്യുതി, കുടിവെള്ളം, റോഡുകൾ, പാലങ്ങൾ, യാത്രാ സൗകര്യം എന്നിങ്ങനെയുള്ള പദ്ധതികളും വിനോദസഞ്ചാര മേഖലയിലെ പ്രതീക്ഷകളുമായി ഈ മണ്ഡലം വികസനത്തിന്റെ പാതയിലാണ്. ഇവിടെ കൃഷിക്കാരാണ് കൂടുതലും. കാർഷിക വൃത്തിയിൽ നിന്ന് ഉപജീവനം കാണുന്നവരുണ്ട്, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ സ്ഥിതിയിൽ തമിഴ്നാടുമായി ബന്ധപ്പെടുന്ന കടലോര പ്രദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ആ രൂപത്തിൽ ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അയൽ മണ്ഡലമായ പാറശാലയുടെ മാതൃകയിൽ സമ്പൂർണ്ണ തരിശുരഹിത മണ്ഡലമെന്ന നിലയിലേക്ക് കുതിക്കുകയാണ് നെയ്യാറ്റിൻകരയും. നമ്മുടെ സംസ്ഥാനത്തിലെ 998 ഗ്രാമപഞ്ചായത്തുകളിൽ ഈ മണ്ഡലത്തിലെ ചെങ്കൽ പഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്തായി അതിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. ആ രൂപത്തിലേക്ക് കാർഷിക മേഖലയിൽ ഫലപ്രദമായി നമുക്ക് ഇടപെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു. 6 പാടശേഖരങ്ങളായിട്ടാണ് ഉള്ളത്. അതിൽ തന്നെ ഈ പാടശേഖരം കിഴമാം പാടശേഖരമാണ് ഏറ്റവും വലിയൊരു പാടശേഖരം. 22 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത്. ഈ പാടശേഖരം പൂർണ്ണമായിട്ട് നെൽകൃഷി മാത്രം ചെയ്യുന്നൊരു പാടശേഖരമാണ്. അപ്പോൾ അതിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ട് ഇവിടെ നെൽവിത്ത് കൊടുക്കാറുണ്ട് കർഷകർക്ക് സൗജന്യമായിട്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് കൂലിച്ചെലവ് നൽകാറുണ്ട്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂലിച്ചെലവ് ഇനത്തിൽ അവർക്ക് നാമമാത്രമായിട്ടുള്ള കൂലിച്ചെലവ് നൽകാറുണ്ട്. അതോടൊപ്പം ഇതിന് പുറമെ 50% സബ്സിഡി നിരക്കിൽ രാസവളവും ഡിപ്പാർട്ട്മെൻറ്റ് മൈക്രോ ചില പദ്ധതികൾ RKVY, സസ്റ്റൈനബിൾ റൈസ് എന്നീ പദ്ധതികൾ പ്രകാരം അവർക്ക് 50% ഇതിൽ നമുക്ക് ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം പോലുള്ള സാധനങ്ങൾ സോയിൽ അമിലിയറൻസിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ചില സമയത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വണ്ടിച്ചിറ തോടെന്ന് പറയുന്ന ആ ഒരു തോടിൽ നിന്ന് പിന്നെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ കുളത്തിൽ നിറച്ച് കുളത്തിൽ നിന്നാണ് നമുക്കിവിടെ ആവശ്യാനുസരണം ജലം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു കൃഷി ചെയ്യുന്നു. നമുക്കിവിടെ ഏകദേശം 22 ഹെക്ടറോളം നെൽകൃഷിയുണ്ട്. നമ്മളിപ്പോഴാണ് 1 ഹെക്ടർ കൂടിയത്. കാരണം അവിടെ നേരത്തെ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിപ്പം ലെവലായി പഞ്ചായത്തിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് അവിടെ ഇപ്പോൾ തരിശ് മാറ്റിയിട്ട് നവര എന്ന് പറയുന്ന ഒരിനം കൃഷി ചെയ്താണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. തരം കൃഷി നടത്തുന്നുണ്ട്. 2 പ്രാവശ്യം നെൽകൃഷിയും ഒരിക്കൽ പയർ കൃഷിയും. അങ്ങനെ പരമ്പരാഗതമായിട്ട് കർഷകർ ഈ കൃഷിയെ കൈവിടാതെ പിന്നെ നമ്മളിവിടെ ഒരു കാർഷിക സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥലത്തുള്ളവരും പുറത്തുള്ളവരും ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ വന്ന് കൃഷി നടത്താറുണ്ട്. ഇത് ഒരു പരിധിവരെ കൃഷിയെ കേരളത്തിൽ നിലനിർത്തുന്നതിൽ പിന്നെ ഒരു ചൂണ്ടുപലകയായിട്ട് മറ്റുള്ളവർക്കുള്ള ഒരു മെസ്സേജായിട്ട് നമ്മുടെ ഈ പാഠം വരുന്നതിലും സന്തോഷമുണ്ട്. ജലസേന സൗകര്യങ്ങൾ ഒരു പരിധിവരെ തൃപ്തികരമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായവും കൃഷിഭവൻ്റെ സഹായവും കിട്ടുന്നുണ്ട്. പിന്നെ നെല്ലിൻ്റെ താങ്ങുവില ഉയർത്തിയത് കുറച്ച് കർഷകർക്ക് ആശ്വാസമാണ്. പാറശാല മോഡൽ അഗ്രോ സർവീസ് സെൻറ്റർ ചെങ്കൽ കൃഷിഭവൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ട്രാക്ടറും ടില്ലറും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഈ പാടശേഖരങ്ങളിലെല്ലാം കൃഷി നടത്തുന്നതും. സമീപ പഞ്ചായത്തുകളിലും ഇവർ പോയിട്ട് ഈ കൾച്ചറൽ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കൊയ്ത്ത് മെഷീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാടശേഖരങ്ങളിൽ വരുമ്പോൾ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കൊയ്ത്ത് മെഷീൻ ചിലയിടത്ത് ഇറക്കാൻ കഴിയാത്ത സംവിധാനമുണ്ട്, ചിലയിടത്താണെങ്കിൽ വെള്ളം കൂടുതലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കൊയ്യുന്നതിൽ മാത്രമാണ് നമുക്കൊരു യന്ത്രവൽക്കരണം പൂർണ്ണമായിട്ടും സാധ്യമാവാതെ ഉള്ളത്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം യന്ത്രവൽക്കരണം നടക്കുന്നുണ്ട്. പുതിയ റോഡുകളും പാലങ്ങളും ഉണ്ടാവുക, നിലവിലുള്ളവ വികസിപ്പിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്.
KSRTCയുടെ വികസനം അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധയൂന്നേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നാശോപമായി കിടന്നതാണ് നെയ്യാറ്റിൻകര KSRTC. ബസ് സർവീസ് വളരെ തോതിൽ കുറഞ്ഞിരുന്നു. അവിടെ ആകെ 6.5-7 ലക്ഷം രൂപയാണ് ഒരു ദിവസം കളക്ഷൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെക്ടർ വൈസായിട്ട് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുകയുണ്ടായി. ചെയിൻ സർവീസുകൾ ആരംഭിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന സമാന്തര സർവീസിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു. ആ അതിപ്രസരം കാരണം പല സെക്ടറുകളിലും KSRTCയുടെ വരുമാനത്തിൽ കാര്യമായ ചോർച്ച ഉണ്ടാവുകയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLAയുടെയും യൂണിറ്റിൻ്റെയും കൂടെ സംയുക്തമായിട്ടിരുന്ന് ആലോചിച്ച് ഇപ്പോൾ നിലവിൽ 12.5 ലക്ഷത്തിലേക്ക് എത്തുകയും നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ 13 ലക്ഷം എന്നുള്ളതാണ്. എന്നാലും ഇപ്പോൾ 12-12.5 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടത്തിന്റെയും തകർച്ചയുടെയും ചരിത്രം പഴങ്കഥയാവുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള ഓട്ടോമൊബൈൽസിന്റെ വികസനം. ഒരു കാലത്ത് നഷ്ടത്തിന്റെ കഥ മാത്രം പറയാനുണ്ടായിരുന്ന, ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലെത്തിയിരുന്ന KAL ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. പുതിയ ആട്ടോ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ആട്ടോ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പേറ്റന്റ് നേടിയത് നമ്മുടെ ഈ KL ആണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവർ അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷം 8000-ലധികം വരുന്ന ആട്ടോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടക്കുന്നു. ദോഷിബ കമ്പനിയുമായി ഇതിനാവശ്യമായ ബാറ്ററി ഉണ്ടാക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ISROയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വർഷം 7 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്നുണ്ട്. അത് കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യവസായ യൂണിറ്റുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനും ആ സ്ഥാപനത്തെ ഉത്തരവുത്തര മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ മുതൽ ഇലക്ട്രിക് ബസ് വരെയുള്ള പരീക്ഷണങ്ങളുമായി പുതിയ വികസന കാലത്തിലേക്ക് KAL പ്രവേശിക്കുമ്പോൾ അഭിമാനം നെയ്യാറ്റിൻകരയ്ക്ക് മാത്രമല്ല. വൈദ്യുതി, കുടിവെള്ള മേഖലകളിലും നിർണായകമായ കുതിച്ചുചാട്ടം നെയ്യാറ്റിൻകര നടത്തുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് സമ്പൂർണ്ണമായ പരിഹാരം ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ അതിലുള്ള എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 3 പഞ്ചായത്തുകൾക്ക് വേണ്ടി, കാരോട്, കൊളത്തൂർ, ചെങ്കൽ പഞ്ചായത്തുകൾക്ക് വേണ്ടി ഈ കുടിവെള്ളത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അത് ഈ ഡിസംബറിൽ തന്നെ പൈപ്പൊക്കെ ഇടുമെന്നാണ് MLA പറഞ്ഞിരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 110 kVA സബ്സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയും ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പാറശാലയിൽ നിന്നും വുൾഫ് കണ്ടക്ടർ ഉപയോഗിച്ച് 2 സർക്യൂട്ട് 110 kVയുടെ 2 സർക്യൂട്ട് ലൈനുകളും, ബാലരാമപുരത്തിൽ നിന്നും 2 സർക്യൂട്ടുകൾ, അതായത് വുൾഫ് കണ്ടക്ടർ ഉപയോഗിച്ച് 2 സർക്യൂട്ടുകളാണ് ഈ സബ്സ്റ്റേഷന് വേണ്ടി സപ്ലൈ കൊണ്ടുവരുന്നത്. കൂടാതെ ഈ സബ്സ്റ്റേഷനിൽ 12.5 MVAയുടെ 3 ട്രാൻസ്ഫോമറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ പരിസരം ഒട്ടാകെ, ഈ നെയ്യാറ്റിൻകര മണ്ഡലം ഒട്ടാകെ തന്നെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന വോൾട്ടേജും മുടങ്ങാതെ വൈദ്യുതി ലഭ്യതയും ഉണ്ടാവും. UG വന്നതോടുകൂടെ ഇൻട്രപ്ഷൻ ഇല്ലാത്തൊരു സപ്ലൈ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. മരങ്ങൾ കൂടിയ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ മേഖല. അപ്പോൾ UG വന്നതുകൊണ്ടും ABC ഏരിയൽ ബഞ്ചഡ് കണ്ടക്ടർ വന്നതോടൊപ്പം ഈ മരങ്ങൾ ടച്ച് ചെയ്ത് അപകടങ്ങളുണ്ടാകുന്നതും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് വന്ന് കറണ്ട് പോകുന്നതുമായിട്ടുള്ളത് ഒഴിവായിട്ടുണ്ട്. വളരെ ആശ്വാസകരമാണ് ജനങ്ങൾക്ക്. ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ്. ഓഖി ദുരന്തം തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ തകർത്ത് കളഞ്ഞപ്പോൾ അതിൻ്റെ പ്രധാന ഇരകളായി മാറിയത് മത്സ്യത്തൊഴിലാളികളാണ്. അന്ന് മരിച്ചവർക്കെല്ലാം 22 ലക്ഷം രൂപ വീതം അവരുടെ ഫാമിലികൾക്ക് കിട്ടി. എന്നിട്ട് യാത്രങ്ങൾ ബോട്ടും മറ്റൊക്കെ പോയവർക്കെല്ലാം കൊടുത്തു. അതിൻ്റേതായ എല്ലാ പൈസയും കൊടുത്തു. നഷ്ടപ്പെട്ട തുകയുടെ, പണ്ടൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് അനുസരിച്ച് തുകയ്ക്ക് 4-1, 3-1 കൊടുക്കും. ഇതല്ല, ഇപ്പോൾ എല്ലാ തുക നഷ്ടപ്പെട്ട യാത്രത്തിൻ്റെ ആകുന്ന തുകകളെല്ലാം ഗവൺമെൻറ് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ തന്നെ ഈ ഇടയ്ക്ക് ഈ കട്ടമരങ്ങളും മറ്റേ വാങ്ങിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ, ഓരോ ലക്ഷം വീതം കൊടുത്തു. പക്ഷേ ഓഖിയുടെ ഇതിന് എല്ലാം പുനരുത്ഥാനവും കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ട്.
ഓഖി ദുരന്തത്തിന്റെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക മാത്രമല്ല, ഇരകളുടെ പുനരധിവാസത്തിന്റെ പദ്ധതിയും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓഖി സ്മാരക പാർക്ക്, പരിസരത്തെ സ്റ്റേഡിയത്തിന്റെ വികസനം എന്നിങ്ങനെയുള്ള പദ്ധതികളും ഈ പ്രദേശത്ത് തയ്യാറാക്കുന്നു. തെക്കൻ കേരളത്തിലെയും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെയുമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് ഇന്ന് ഏറെ പ്രയാസങ്ങൾ നേരിടുന്നു. അവർ പലപ്പോഴും വടക്കൻ ജില്ലകളിൽ പോയിട്ടാണ് മത്സ്യബന്ധനത്തിന് തയ്യാറാക്കുന്നത്. അതിന് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ദീർഘകാലത്തെ ആവശ്യമാണ് ഒരു ഫിഷിംഗ് ഹാർബർ പൊഴിയിലുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റ് വഴി ഫിഷിംഗ് ഹാർബർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ സ്റ്റഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊഴിയൂരിലെ ഫിഷിംഗ് ഹാർബറാണ് ഈ പ്രദേശം ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന പദ്ധതി. കായലും കടലും ഒത്തുചേരുന്ന അതിമനോഹരമായ ഈ പ്രദേശം കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇപ്പോഴും വലിയ ശ്രദ്ധ നേടിയിട്ടില്ല. നെയ്യാറും ശകരിയാറും അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്ന AVM കനാലും കൂടിച്ചേർന്ന് കടലിൽ ലയിക്കുന്ന ഈ സുവർണ തീരം തെക്കൻ കേരളത്തിന്റെ തീരദേശ മനോഹാരിതയുടെ മറ്റൊരു ദൃഷ്ടാന്തമാണ്. ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ തേടിയുള്ള സഞ്ചാരകാലത്ത് പൂകൊണ്ട് മൂടിക്കിടക്കുന്ന ഈ മനോഹര തീരത്തെ നോക്കി മാർത്താണ്ഡവർമ്മയാണ് പൂവാർ എന്ന പേരിട്ട് വിളിച്ചതെന്നാണ് കഥ. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു വലിയ ഏരിയയായി മാറി. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പദ്ധതികൾ അത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കുറേ പ്രോജക്റ്റുകൾ ഇട്ടാൽ വളരെ ടൂറിസം മേഖലയ്ക്ക് വളരെ പ്രയോജനകരമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കോവളം ആയിരുന്നു നമുക്ക് കേരളത്തെ സംബന്ധിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ അതിപ്പോൾ ഡൗൺ ആയിക്കൊണ്ടുവരികയും എന്നാൽ പൂവാർ ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഗോൾഡൻ സാൻഡിൽ എന്നാണ് പറയുന്നത്, ഗോൾഡൻ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ സ്വർണ്ണ കളറുള്ള മണലുകൾ, അത്ര വളരെ ശുദ്ധമായ ഒരു ബീച്ചാണ്. മലിനമാകാത്ത സുന്ദരമായ കടൽത്തീരവും കനാലിലൂടെയുള്ള സഞ്ചാരവും വിനോദസഞ്ചാര മേഖലയിലെ വലിയ വികസനത്തിന് വഴി തുറക്കുമെന്നാണ് ഈ നാടിന്റെ പ്രതീക്ഷ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ നിർമ്മിതി എന്ന ബഹുമതി നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ പഞ്ചായത്തിലുള്ള മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിനാണ് ഇപ്പോൾ. 111.2 അടി ഉയരമുള്ള ഈ ശിവലിംഗം സഞ്ചാരികളെയും ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നായി മാറുകയാണ്. ഇന്നിപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ ഈ ഗവൺമെൻറ് സഹായത്തോടുകൂടി ഏകദേശം 8 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനം നടത്തി. ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ സഹായത്തിനകത്തുണ്ടായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരെ സംബന്ധിച്ച് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഡയാലിസിസ് നടത്തണമെങ്കിൽ ഏകദേശം 2000 രൂപ ചിലവ് വരും. അവിടെ 400 രൂപ ചിലവിന് നമുക്ക് BPLകാർക്ക് ഡയാലിസിസ് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. ഗവൺമെൻറ് അധികാരത്തിൽ 26 ഡോക്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായത്തോടെ 40 ഡോക്ടർമാരെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെ ഇന്നിപ്പോൾ OPയിൽ വരുന്ന രോഗികളുടെ എണ്ണം 3000-3500 മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രയേറെ ആളുകൾ മറ്റ് ആശുപത്രിയിൽ നിന്ന് മാറി ഈ ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി 139 വർഷം പഴക്കമുള്ള സ്കൂളാണ്. അന്തർദേശീയ നിലവാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് 5 കോടി രൂപയും അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്ന് 1,39 ലക്ഷം രൂപയും മുടക്കിക്കൊണ്ട് ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അതുപോലെ അമ്യൂണിറ്റി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. വിഭവങ്ങളുടെ പരിമിതിയുണ്ടെങ്കിലും പ്രവർത്തന മേന്മയുടെ മികവുകൊണ്ട് ഒരു നാട് വികസനത്തിലേക്ക് മുന്നേറുന്നതിന്റെ സാക്ഷ്യമാണ് നെയ്യാറ്റിൻകര. കനാലുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോകണമെങ്കിൽ പഴയ തെങ്ങന്തടിയും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളും വൃദ്ധരും ഒക്കെ തന്നെ ഒരു സർക്കസ് കൂടാരത്തിൽ പോകുന്നവരുടെ യാത്രാ സൗകര്യം നടത്തി. ഏകദേശം 38 പാലങ്ങളാണ് MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്രാ സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലായിരിക്കുകയും ചെയ്യുന്നത്. മതങ്ങളുടെ പതിവ് ചട്ടക്കൂടിനു പുറത്തുള്ള വിശ്വാസങ്ങളുള്ള ന്യൂനപക്ഷ സമൂഹവും അവരുടെ തനതായ സാംസ്കാരിക സാമൂഹ്യ തനിമയും ഈ നെയ്യാറ്റിൻകരയുടെ സ്വത്തുമാണ്. ജനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട ജീവിതാവശ്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നെയ്യാറ്റിൻകരയിലെ ജനതയുടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള സഹകരണത്തിൻ്റെയും പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സംതൃപ്തിയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഊർജ്ജം നൽകുന്നുണ്ട്. ആ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ്. ആ പിന്തുണയുമായി ശേഷിക്കുന്ന ഈ കാലാവധിക്കകത്ത് പരമാവധി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും.
പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്തു നിന്നാണ് നാട്ടുവഴിയുടെ സഞ്ചാരം ആരംഭിച്ചത്. കൊച്ചിയിലും മലബാറിലുമുള്ള വൈവിധ്യങ്ങളിലൂടെ, തനിമകളിലൂടെ വികസനത്തിൻ്റെ വെളിച്ചം തേടിയുള്ള നാട്ടുവഴിയുടെ യാത്ര ഇനിയും തുടരും. വീണ്ടും കാണുന്നതുവരെ വണക്കം.